ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിൽ എച്ച് എടുക്കാനായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുക. എത്ര ബുദ്ധിമുട്ടുള്ള ഒരാൾക്കും എത്ര പേടിയുള്ള ഒരാൾക്കും എച്ച് ഏറ്റവും സിമ്പിളായിട്ട് എടുക്കാനായിട്ടുള്ള ട്രിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതിന് തിയറിപരമായിട്ടുള്ള കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ എളുപ്പത്തിൽ എച്ച് എടുക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ കൂട്ടുകാരാരെങ്കിലും ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടി വീഡിയോ ഒന്ന് ഇട്ട് കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്ക് ഗുണം ചെയ്യുന്നതാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. ഒപ്പം ഈ വീഡിയോയെക്കുറിച്ചുള്ള വിലപ്പെട്ട നിർദ്ദേശങ്ങളും കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നിങ്ങൾക്ക് എച്ച് ഏറ്റവും എളുപ്പത്തിൽ എടുക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്ക് ആദ്യം ഒന്ന് പറഞ്ഞു തരാം. ഇത് നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നമുക്ക് എച്ച് എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ട്രാക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ ഉള്ള കമ്പികളിലോ റിബണിലോ തട്ടാൻ പാടില്ല. അപ്പോൾ തട്ടാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ട്രാക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഒരു കാരണവശാലും ഇങ്ങോട്ടും ചേരാൻ പാടില്ല. ഒപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് പറയാം. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തെന്ന് ഉറപ്പ് വരുത്തുക. തേർഡ് ഗിയർ ഒന്നും ഇടരുത്. കൃത്യമായിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് വണ്ടി ഓഫാകാതെ തന്നെ വണ്ടി എടുക്കാൻ കഴിയും. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി ട്രാക്കിൻ്റെ സെൻറ്ററിലൂടെ പോവുക. ഈ സെൻറ്ററിലൂടെ പോയാലുള്ള ഒരു ഗുണം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇങ്ങനെ നമ്മൾ സെൻറ്ററിലൂടെ ഫസ്റ്റ് ട്രാക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം ഞാൻ ഫസ്റ്റ് ട്രാക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി നമുക്ക് തിരിയേണ്ടത് ഈ ഒരു കമ്പിയുടെ അടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു കമ്പി അടയാളം വെച്ചിട്ടാണ് നമുക്ക് ഇവിടുന്ന് തിരിഞ്ഞ് ഈ ട്രാക്കിൻ്റെ സെൻറ്ററിൽ വന്നിട്ട് ഇങ്ങോട്ട് വരണം. അപ്പോൾ ഇങ്ങനെ ഓൾറെഡി നമ്മൾ സെൻറ്ററിലൂടെ വന്നതുകൊണ്ട് തന്നെ, ഈ ട്രാക്കിൻ്റെ സെൻറ്ററിലൂടെ വന്നതുകൊണ്ട് തന്നെ റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഈ ട്രാക്കിൻ്റെ സെൻറ്ററിൽ വരാൻ കഴിയും. അതെങ്ങനെയാണെന്ന് പറയാം. അതിന് നിങ്ങളുടെ വണ്ടിയുടെ റൈറ്റ് സൈഡിലെ മിററിലൂടെ നമ്മൾ ജസ്റ്റ് ഈ ഒരു കമ്പി നോക്കുക. ഈ കമ്പി നോക്കിയിട്ട് നിങ്ങൾ വരേണ്ടതെന്ന് പറയുന്നത്, ഈ കമ്പിയിൽ നിന്ന് ഏകദേശം 1-2 അടി സ്പേസ് ഇട്ടിട്ട് നേരത്തെ വണ്ടി നിർത്തുക. ഒരിക്കലും ഇവിടുത്തെ കമ്പിയോട് ചേർന്ന് നമ്മുടെ വണ്ടിയുടെ ബാക്ക് വരുന്ന രീതിയിൽ നിർത്തരുത്. ഏകദേശം ഒരു 1-2 അടി സ്പേസ് ഇട്ടിട്ട് നമ്മൾ വണ്ടി നിർത്തുക. ഓക്കെ, ഇപ്പം ഞാൻ റൈറ്റ് സൈഡിലൂടെ മിററിലൂടെ നോക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ പതിയെ റണ്ണിങ് നിലനിർത്തി ഇറങ്ങി വരുന്നു. ഏകദേശം ഒരു 2 അടി സ്പേസ് ഇട്ട് വരുമ്പോൾ നമുക്ക് ഈ മിററിലൂടെ കാണാമല്ലോ. ആ ഒരു ടൈമിൽ നമ്മൾ വണ്ടി സ്ലോ ചെയ്തിട്ട് നമ്മുടെ വണ്ടിയുടെ ടയർ പൂർണ്ണമായിട്ടും വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയധികം ഒരു സ്പേസ് ഇടുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, നമുക്ക് വണ്ടി ഇവിടുന്ന് ഒടിച്ചു തുടങ്ങാനും ഒപ്പം തന്നെ ഈ ട്രാക്കിൻ്റെ സെൻറ്ററിൽ ഇറങ്ങാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നമുക്ക് വണ്ടി ഒരു സൈഡിലേക്കും പോകാൻ പാടില്ല. കൃത്യമായിട്ട് ട്രാക്കിൻ്റെ സെൻറ്ററിൽ വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയാലും ഈ റിബണിൽ 2 സൈഡിലുള്ള റിബണിലോ ലൈനിലോ അല്ലെങ്കിൽ കമ്പിയിലോ തട്ടത്തില്ല. അതിനാണ് സെൻറ്ററിലൂടെ വരാൻ പറയുന്നത്. അതിനുശേഷം നമ്മൾ വലത്തെ സൈഡിലേക്ക് ടയർ ഒടിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ വണ്ടി ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ട്രാക്കിൻ്റെ ഇടയിൽ ഇറങ്ങുമ്പോൾ സ്പീഡ് കൂടാതിരിക്കാനായിട്ട് ക്ലച്ചിലും ബ്രേക്കിലും ആയിട്ട് വന്ന് വണ്ടിയെ സ്ലോ ചെയ്തിറങ്ങുക. ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് ഈ ട്രാക്കിൻ്റെ സെൻറ്ററിൽ വരാം. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 ട്രിക്ക് നിങ്ങൾക്ക് പറയാം. അതായത്, ഒന്നെങ്കിൽ നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് പല ആൾക്കാർക്ക് സ്പീഡ് അങ്ങോട്ട് കൂടിയിട്ട് ഈ കമ്പിയുടെ അടുത്ത് വന്നിട്ടൊക്കെ തിരിയും. അല്ലെങ്കിൽ കുറച്ചും കൂടി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് തിരിയുമ്പോൾ വണ്ടി ഇങ്ങനെ വന്നിട്ട് ഈ ലൈനിൻ്റെ വെളിയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. എവിടെ വരുമ്പോൾ തിരിക്കണം, എങ്ങനെ തിരിക്കണം എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും മിററിനോട് ചേർന്ന് ഈ കമ്പി വരുമ്പോൾ നിങ്ങൾ വണ്ടി സ്ലോ ചെയ്തിട്ട് ഇവിടുന്ന് നമ്മുടെ വണ്ടിയുടെ ബാക്ക് പൂർണ്ണമായിട്ടും ഇടത്തെ സൈഡിലേക്കാണ് ഒടിഞ്ഞു വരേണ്ടത്. അതിനെന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഇടത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുത്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാക്കിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് വരാനായിട്ട് കഴിയും തിരിഞ്ഞ്. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന്, അതായത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ വണ്ടി ഈ കമ്പിയുടെയും സെൻറ്ററിലാണോ നോക്കുക. ഇങ്ങനെ. അപ്പോൾ സെൻറ്ററിലാണ് വന്നതെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും നമ്മുടെ വണ്ടിയുടെ ടയർ ഇടത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് റിവേഴ്സ് ഇറങ്ങി വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഈ ട്രാക്കിൻ്റെ സെൻറ്ററിൽ വരാം. അപ്പോൾ ഈ 2 സ്റ്റെപ്പിൽ ഏതെങ്കിലും നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് റിവേഴ്സ് ഇറങ്ങി വരും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന നമ്മുടെ വണ്ടി ഏകദേശം ഈ ഒരു ഭാഗത്ത് കാണുന്ന സ്റ്റിക്കും ഈ ഒരു ഭാഗത്ത് കാണുന്ന സ്റ്റിക്കും, ഇവിടെ ഓരോ സ്റ്റിക്കുണ്ട്, നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ അവിടെ നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും മിറർ ഏകദേശം വരുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയർ നേരെയാക്കിയിരിക്കണം. അതാണ് അടുത്ത ഒരു അടയാളം.
അടയാളം. ഇപ്പം വളരെ വേഗത്തിൽ ടയർ നേരെയാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ നേരെ റിവേഴ്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, നമ്മുടെ വണ്ടി കറക്റ്റ് ട്രാക്കിൻ്റെ സെൻറ്ററിലൂടെ തന്നെ നമുക്ക് സ്മോൾ എച്ച് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ഇവിടുന്ന് എടുക്കുമ്പോൾ ഈസിയാണ്. നേരെ ട്രാക്കിൻ്റെ സെൻറ്ററിലൂടെ ഇത് ഇങ്ങനെ കയറി പോവുക. കറക്റ്റ് സെൻറ്ററിലൂടെ കയറി പോകുന്നു, ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഏത് മിററാണ്? പിന്നെ നോക്കേണ്ടത് നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുക, ഈ സ്റ്റിക്ക് നോക്കുക. ഏകദേശം ഒരു 1 അടി സ്പേസിലെങ്കിൽ, ഒരു 1-2 അടി സ്പേസിലെങ്കിലും നമ്മുടെ വണ്ടി വരുമ്പോൾ ഇത് ഇങ്ങനെ പതിയെ വണ്ടി സ്ലോ ചെയ്യുക. ആ ഒരു മെത്തേഡ് അനുസരിച്ച് നമ്മൾ റൈറ്റ് സൈഡിലെ മിറർ നോക്കി ഇറങ്ങി വരുന്നു. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു സ്റ്റിക്കാണ്. അപ്പോൾ ഈ സ്റ്റിക്കിനോട് ഏകദേശം ചേരാതെ ഏകദേശം ഒരു 1-2 അടിയെങ്കിലും സ്പേസ് ഇട്ട് നമ്മൾ വണ്ടി നേരത്തെ നിർത്തുക. നേരത്തെ നിർത്തിയിട്ട് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക. ഇടത്തെ സൈഡിലേക്ക് ഒടിക്കുമ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇടത്തെ സൈഡിലേക്ക് തിരിയുന്നത്. ഇനി വലത്തെ സൈഡിലേക്കാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക. അത് നിങ്ങൾ കൃത്യമായിട്ട് മൈൻഡിൽ ഒന്ന് ഓർത്ത് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗത്ത് വരുന്നു. വണ്ടി പൂർണ്ണമായിട്ടും വണ്ടിയുടെ ബാക്ക് ഇടത്തെ സൈഡിലേക്ക് പോകണം. സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഇടത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ഈ ട്രാക്കിൻ്റെ സെൻറ്റർ പോയിന്റിലേക്ക് ഇത് ഇങ്ങനെ ഇറങ്ങി വരാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, ഈ ഒരു ഭാഗത്തും ഓരോ സ്റ്റിക്കുകൾ കാണുമല്ലോ. അവിടെ നമ്മുടെ വണ്ടിയുടെ റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും മിറർ വരുമ്പോൾ നമ്മൾ വണ്ടി എന്ത് ചെയ്യണം, സ്ലോ ചെയ്തിട്ട് വണ്ടിയുടെ ടയർ നേരെയാക്കി കൊടുക്കുക. ഓക്കെ, ടയർ നേരെയാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ റിവേഴ്സ് ഇറങ്ങുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഭാഗത്തൊരു സ്റ്റിക്കുണ്ട്, ഇവിടെ ഒരു സ്റ്റിക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെയും രണ്ടിൻ്റെയും സെൻറ്ററിലായിട്ട് നമ്മുടെ വണ്ടി വരുമ്പോൾ വണ്ടിയെ പൂർണ്ണമായിട്ടും ഒന്ന് ചെറിയ രീതിയിൽ സ്ലോ ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഈ ട്രാക്കിൻ്റെ സെൻറ്ററിലേക്ക് വരും. ഓക്കെ, ഇങ്ങനെ വരുന്നു, ട്രാക്കിൻ്റെ സെൻറ്ററിൽ വരിക, മിറർ നോക്കുക, ഈ കമ്പി നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് ഇങ്ങനെ ഒടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഈ ഒരു ഭാഗത്തൊന്നും തട്ടാതെ നമുക്ക് പൂർണ്ണമായിട്ട് ട്രാക്കിൻ്റെ സെൻറ്ററിൽ വരാം. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും മിറർ കൃത്യമായിട്ട് നോക്കി, ഈ ഒരു ഭാഗത്തുള്ള ഒരു സ്റ്റിക്കുണ്ട്, ഈ ഒരു സ്റ്റിക്കും ഉണ്ട്, അതിനോട് ചേർന്നാണ് നമ്മുടെ വണ്ടിയുടെ ഈ മിറർ വരുന്നതെങ്കിൽ അപ്പോൾ ടയർ നേരെയാക്കി കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം, നമ്മൾ ഏകദേശം ആ ഒരു ടൈമിൽ ട്രാക്കിൻ്റെ സെൻറ്ററിലായിരിക്കും. പിന്നെ നമുക്കിത് പതിയെ ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ എച്ച് ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, നമുക്ക് ഈ കുത്തിവെച്ചിരിക്കുന്ന കമ്പികളെല്ലാം ഓരോ അടയാളങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ചില ഭാഗങ്ങളിൽ അതില്ലെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ ലൈൻ വരച്ചിട്ടിട്ടാണ് എടുക്കുന്നതെങ്കിൽ ആ ലൈനിൻ്റെ ഓരോ എൻഡുകൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു എൻഡുണ്ട്, ഇതും എൻഡാണ്. പിന്നെ ഈ സെൻറ്ററിൽ വരുമ്പം ഈ ഒരു ഭാഗത്ത് വരുന്ന ഈ എൻഡുകൾ കറക്റ്റ്, ഈ എൻഡ് പോർഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇത് നമ്മൾ ഓരോ അടയാളം വെച്ചിട്ട് ഈ അടയാളത്തിനോട് അടുത്ത് വരാതെ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ടയർ ഒടിച്ചു കൊടുക്കുക. ട്രാക്കിലൂടെ പോകുന്ന സമയത്ത് പരമാവധി സെൻറ്ററിലൂടെ പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എച്ച് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. എച്ച് എടുക്കുമ്പോൾ ഏറ്റവും ടഫ് എന്ന് പറയുന്നത് ഈ ഇട ട്രാക്ക് ഇറങ്ങുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ പരമാവധി വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് എച്ച് എടുക്കുമ്പോൾ തെറ്റാതെ ക്ലിയർ ആയിട്ട് എടുക്കാനായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇതേ തൊട്ട് മേളിൽ കൊടുക്കാം. ഇതേ ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം അതും കൂടെ ഒന്ന് കാണുക. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എച്ച് ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ എടുക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയുടെ ലിങ്കും കൂടെ ഞാൻ തൊട്ട് മേളിൽ കൊടുക്കുകയാണ്. നോക്കുക, ഇപ്പോൾ ഒരു ലിങ്കും കൂടെ വന്നിട്ടുണ്ട്. ഈ ഒരു ലിങ്കിൽ പറയുന്നത് നമുക്ക് എച്ച് എടുക്കുന്ന സമയത്തുള്ള ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെയും ആക്സിലറേറ്ററിൻ്റെയും കൺട്രോളിംഗ് ആണ്. അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. റണ്ണിങ്ങിൽ നിങ്ങൾക്ക് എച്ചെടുക്കാനായിട്ട് കഴിയും. അതും കൂടെ നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയുടെ ലിങ്കും കൂടെ ഇപ്പോൾ വരും, തൊട്ട് മേളിൽ വരുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എച്ചെടുക്കുമ്പോഴുള്ള സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾക്ക് ക്ലിയർ ആകാനായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിട്ടേക്കുന്നത്. ഇതെല്ലാം ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ വന്ന ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോയും കൂടെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എച്ചെടുക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ കേട്ടു. അതിനുശേഷം ഈ കാണിച്ചു തന്ന 3 വീഡിയോകളും കൂടെ നിങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് കാണുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിൽ റോഡ് അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, 8 എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്കും ഞാനിത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ കയറി കാണുക. ഇനി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ലിങ്ക് വരും, അതെടുത്ത് കാണുക. ഓക്കെ,
ഇനി നിങ്ങൾക്ക് എച്ച് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടുക. ഞാൻ അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്കും ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ തന്നെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ചാനലിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ.